ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയില്ലേ? അപ്പം ഞാനും എൻ്റെ വീട്ടിൽ എത്തിയിട്ടോ. ഞാൻ പിറ്റത്തെ ദിവസം നമ്മൾ മസനഗുടി വഴിയൊക്കെ പോയിട്ട് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ പഴയ പോലെ തന്നെ അടുക്കളകളും അടുക്കള വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ ചെറിയൊരു പണിയും കിട്ടിയിരിക്കുന്നു. ആ വീഡിയോയും കൂടിയാണ്. കഴിഞ്ഞ ട്രാവലിംഗ് വീഡിയോ ഇട്ടപ്പോഴേ ചിലരൊക്കെ പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു യാത്രയൊക്കെ പോയിങ്ങാണ്ട് അങ്ങനെയുള്ള വീഡിയോവും ഇടുകൊണ്ട്. ചിലർ പറഞ്ഞ് അല്ല നമുക്ക് നമ്മളെ വീട്ടിലത്തെ വീഡിയോ മാത്രം മതി, അങ്ങനെയും പറഞ്ഞു. ഏതായാലും ഞാൻ രണ്ട് കൂട്ടരെയും എന്താ പറയുക, രണ്ട് കൂട്ടരെയും നിരാശപ്പെടുത്താതെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം എങ്ങോട്ടും പുറത്തേക്കൊന്നും അങ്ങനെ പോകലൊന്നുമില്ല. വീട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടില്ല. നമ്മൾ സിനിമോൻ ഉണ്ടാകുന്നതിന് മുന്നേ പിന്നെ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഓന് ചെറുതായപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ അങ്ങനെ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ വിലപ്പെട്ട കുറച്ച് സമയങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തുടങ്ങുന്നത്. ഒരു ചപ്പാത്തി പൊടി വാങ്ങിയിട്ടുണ്ടേനി. ചപ്പാത്തീൻ്റെ പൊടി നമ്മൾ പൊടിപ്പിച്ചതും അതേപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേനി. കുറേ ദിവസമായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കുഞ്ഞുട്ടിനോട് പറഞ്ഞിട്ട് ഞാൻ ഒരു ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തി പൊടിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം കേട്ടോ. നമ്മൾ പീടിയിൽ നിന്ന് ചപ്പാത്തി പൊടിയൊക്കെ വാങ്ങൽ വളരെ അപൂർവമാണ് കേട്ടോ. നമ്മൾ പൊടിപ്പിച്ചുണ്ടാക്കൽ തന്നെയാണ്. അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടും, എല്ലാ മാസവും കിട്ടും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈ ചപ്പാത്തിപ്പൊടി ഞാൻ ആ ചപ്പാത്തിപ്പൊടി ഉണ്ടല്ലോ പൊട്ടിച്ചപ്പോൾ തന്നെ ചെയ്തൊരു അബദ്ധം എന്താ വെച്ചാൽ ഞാനതൊന്നും അരിച്ചു നോക്കിയില്ല ഒന്ന്. പിന്നെ അതിൻ്റെ പുറത്തിങ്ങനെ ഒരു മാറാല പോലെ ഉണ്ടായിന്, പക്ഷെ അത് ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അത് രണ്ട്. അതിന് എനിക്ക് വന്ന പണിയോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ആ പണിയൊന്നും അറിയാതെ ഞാൻ അത് ഉഷാറായിട്ട് വെള്ളം ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച് മറിച്ച് ഉയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് നല്ല സെക്യൂർ ആയിട്ടൊക്കെ എയർ ടൈറ്റ് ആയിട്ട് വരുന്നതല്ലേ, അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേക്കും. അത് ചിലപ്പോൾ ആ ഒരു മാറാല പോലുള്ളത് പുറത്തുള്ളത് ഇക്കാരം അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ വിചാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പം ഞാൻ കുഴച്ച് ഉരുളകളാക്കി ലാസ്റ്റ് ഉരുള വന്നപ്പോഴാണ് അതിൽ നിന്നൊരു പുഴുവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള പൊടി ഇതാ നമ്മുടെ ജ്യൂസ് അരിപ്പുണ്ട് കേട്ടോ, അതിൽ വെച്ചിട്ട് അരിച്ചു നോക്കുമ്പോൾ ഇതാ ഇത്രയും പൊടി ഞാൻ അരിച്ചെടുത്തു കേട്ടോ. അരിച്ചെടുത്തപ്പോൾ അതിലും കണ്ടു ഇതാ ഈ ഒരു പുഴു കേട്ടോ. മറ്റേ പുഴുവിനെ ഞാൻ കളഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ അതാ ഇതേപോലെ പുഴു ഉണ്ട്. ആ പൊടി കേടും വന്നിന് കേട്ടോ. അപ്പം ഞാൻ ഈ ഗോതമ്പ് പൊടിയിലാണെങ്കിൽ നിറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പാക്കറ്റിൽ തിങ്ങി നിറച്ച് പൊടി ഉണ്ടായിരുന്നു. മറ്റേ എന്ത് പാക്കറ്റ് വാങ്ങുമ്പോഴും ഒരു കുറച്ചൊരു ഭാഗം ഫില്ലാവാതെ ഉണ്ടാകുമല്ലോ, ഇതിലാണെങ്കിൽ ഭയങ്കര ഫില്ലായിട്ട് ഉണ്ടായിനി. ഇതാക്കണേ ഞാൻ കുഴച്ച് പരത്തി കുഴച്ച് മറിച്ച് ശരിയാക്കി ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ കടക്കാരനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പറ്റിക്കുകയാണെന്ന് പറഞ്ഞെങ്കിലോ, അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ്. എന്തിനു പറയാൻ, നമ്മൾ നേരെ അത്രയും വേസ്റ്റായി പോയി. ആ ഒരു ചപ്പാത്തിപ്പൊടി ഒന്ന് അരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലേനു. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിനി അത് കണ്ടുങ്ങാണ്ട് പിന്നെ നമുക്കത് ഉണ്ടാക്കാനും തോന്നൂലല്ലോ. അപ്പോൾ ഞാൻ അത് വല്ല ഈ കവർക്ക് തന്നെ ആക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കടക്കാരനെ കൊണ്ടുപോയി കൊടുത്ത് നോക്കാം. ആൾ മാറ്റി തരികയാണെങ്കിൽ മാറ്റി തരട്ടെ. 60 റുപ്യേൻ്റെ പൊടിയാണേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ ചപ്പാത്തിപ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും വാങ്ങലില്ല. പുട്ടുപൊടി എപ്പോഴേലൊക്കെ വാങ്ങാന്നല്ലാതെ. അപ്പോൾ ഞാൻ മിക്കതും റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെ അരിയൊക്കെ കിട്ടുമ്പോൾ അത് പൊടിപ്പിച്ചുണ്ടാക്കൽ തന്നെയാണ്. ഇതാ ഇത്രയും വേസ്റ്റായി കളഞ്ഞു. ഇത് ഇനി നിയമമൊക്കെ ഒരു ചാകരയിക്കാറ് കേട്ടോ. ഓളിതും കൊണ്ട് ഇനി പല വിധത്തിൽ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് സെറ്റപ്പാക്കി തരും. അപ്പം ഞാൻ പൊടി അതവിടെ മാറ്റി വെച്ചതാ. ഞാൻ പൊടിയും ആ പുഴുവിനെയും ഒക്കെ ഇതിൽ തന്നെ ഇട്ടു കേട്ടോ. ഇതിലിട്ടിട്ട് ഞാൻ കവറിൽ കെട്ടി വെച്ചിക്കണേ. അപ്പോൾ കുഞ്ഞുട്ടി പറഞ്ഞ് വൈകിട്ട് കുഞ്ഞുട്ടിക്കൊന്ന് പണിയുണ്ട്, വൈകിട്ട് വന്നിട്ട് കൊണ്ടുപോയി കൊടുത്ത് നോക്കാം, മാറ്റി തരികയാണെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങനെ കവറിലാക്കി വെച്ചാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചായക്കടി ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ഇളക്കച്ചോറുണ്ടല്ലോ, വീണ്ടുമല്ല ഇന്ന് നമ്മളെ ഇളക്കച്ചോറ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പച്ചരി തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിക്കണേ. നിയമോക്ക് ഇന്ന് ചാകരയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നിയമോക്ക് ഞാൻ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ആകെപ്പാട് ഇസ്കിയാണ്ട് ഒരു ചെറിയ
ഉരുളൊക്കെ കേട്ടോ ഓൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുള്ളൂ. ഞാൻ അധികം ഒന്നും അങ്ങനെ കൊടുക്കലില്ല. ഇന്നിപ്പോ ഇഷ്ടം പോലെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിക്കണ്. ഇന്ന് ഓള് നേരത്തെ എണീച്ച് പിന്നെ അയിമക്ക് നിൽക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ പെട്ടെന്ന് കുക്കറിലിട്ട് അടിച്ച് റെഡിയാക്കി. പിന്നെ തലേ ദിവസം ബീഫ് വെച്ചിട്ടുണ്ടായിനി. അപ്പൊ അതും ചൂടാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തിക്കണ് കുഞ്ഞുട്ടിക്ക് കേട്ടോ. കുഞ്ഞുട്ടിക്ക് പണിക്ക് പോകാനൊക്കെ നേരമായിട്ടുണ്ട്. ആ സമയത്താണ് ചായക്ക് കടിയൊക്കെ ആയത് കേട്ടോ. അപ്പൊ നമ്മുടെ സിനിമോൻ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മുടെ ഒച്ചമുളയൊക്കെ കേട്ടിട്ട് ഓൻ എണീച്ചിട്ടുണ്ട്. പെരുന്നാളിന്റെ ലീവ് കഴിഞ്ഞിട്ട് മദ്രസ ഒന്നും തുറക്കാത്തത് കൊണ്ട് തന്നെ നിയമോള് ഒച്ചിമൊളിയും പിന്നെ നിയമോളെ കൂട്ടുകാരിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോലെ രണ്ടാളെയും കളീന്റെ ഒച്ചയൊക്കെ കേട്ടിട്ടാണ് ജനുമോൻ എണീച്ചിക്കണത്. അപ്പൊ അങ്ങോട്ടാണ് ഓനിങ്ങനെ ഏന്തി വലിഞ്ഞ് നോക്കണത് കേട്ടോ, ഓലെ രണ്ടാളെയും കാണാൻ വേണ്ടിയിട്ട്. ജനുമോനെ ആരെ നോക്കണേ? അവിടെ ഉണ്ട് മറ്റൊരു കളിച്ചിന്. നിങ്ങളെ ഒച്ചയിട്ടാണ് ഈ നോക്കണത്. മോളെ ചായ കുടിച്ച് കഴിഞ്ഞ മുതൽ തുടങ്ങിയതാണല്ലോ, ഇതുവരെ കഴിഞ്ഞില്ലേ? എന്താ ഉണ്ടാക്കണേ? മാവ് കേക്ക്. മാവ് കേക്കോ? ആ ജനുമോനുണ്ട് ഇവിടെ. ജനുമോനുണ്ട് ഇവിടെ. ഓ പാവക്കുട്ടി അതാ വെള്ളമൊക്കെ ഇട്ടിട്ട് ഇരിക്കണ അവിടെ. എന്താ ശിശുദിന അവിടെ വെള്ളമൊക്കെ ഇട്ട് ഇരുത്തിക്കണേ പാവക്കുട്ടിനെ. ഗായ്സ് ഉണ്ടക്കേക്ക് ഉണ്ടക്കേക്ക് പണിയാൻ നമ്മ തുമ്പട്ടുന്നില്ലേ ഈ ചൂസിറ്റീവനുയാതി എല്ലാവരും നമുക്കിനെ മുറിക്കാം. ഇവനക്ക് കലന്നടി മണ്ടത്ര ഇതും മിനാട്ടി ഞാൻ പറഞ്ഞില്ലേ രാവിലെ ചായ കുടിച്ച മുതൽ സ്കൂൾക്ക് പോകാൻ സമയം ആവണത് വരെ അയിമൽ തന്നെ ഇനി കേട്ടോ. അതുകൊണ്ട് പല ഷേപ്പ് ഉണ്ടാക്കുക, ക്ലേ ഉണ്ടാക്കുക, ക്ലേ പോലെ ഓരോ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൾ അയിമ തന്നെ ഇനി കേട്ടോ. അങ്ങനെ പോകാനൊക്കെ സമയമായി. യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. യൂണിഫോം നിർബന്ധം ആയി തുടങ്ങിയിട്ടില്ല, പക്ഷെ അടിച്ച് കിട്ടിയപ്പോൾ കിട്ടേ തീരൂ. അപ്പൊ ഇന്ന് യൂണിഫോമൊക്കെ ഇട്ട എക്സൈറ്റ്മെന്റിലാണ്. പുതിയതായിട്ട് എന്ത് സാധനം കിട്ടിയാലും അതൊരു കൗതുകവും അതിൻ്റെ ഒരു എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ വേറെ തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അതേ ഒരു ലെവൽ തന്നെയാണ് നിയമോളും. അപ്പൊ യൂണിഫോമിന്റെ പുകില് പറയണ്ട, അതിന്റെ പവർ ഓരോന്ന് കാണിച്ചു തരികയാണ്. ഇത് പിന്നെ കുപ്പായാണ്. കുപ്പായക്കോട്ട് ഇത് പാൻറ് കണ്ടോ, പാൻറ്റിന് പോക്കറ്റ് പോക്കറ്റ് ഇതിലുണ്ട്. ഓല് രണ്ടാളെയും ബസ്സേറ്റ് വിട്ട് വന്ന് ജനുമോനെ ഒന്ന് ഉറക്കുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ അകത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. ആകെ ഒരു യുദ്ധക്കളമായി മാറിയിട്ടുണ്ട്. ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ ഇത് കണ്ട് ബോധം കെട്ട് വീഴാൻ ഞാൻ മതിയേനു. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ വരുന്നതിന് മുന്നേ എല്ലാതൊന്നും ശരിയാക്കി വെക്കട്ടെ. അപ്പോൾ കുറച്ച് പുറത്തുനിന്ന് അകത്തേക്ക് തോരടാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടു. അലക്കാനുള്ളതൊക്കെയാണ് ആ നിലത്ത് കൂടെ വലിച്ച് വാരി കിടക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് വജ്ജാക്കി ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് വേണം വെല്ലെ അലക്കാൻ ഇറങ്ങാൻ. ജനുമോന് നല്ല ഉറക്കാണ് കേട്ടോ. പിന്നെ ഫാന് ഓടുന്നുണ്ട്. അപ്പൊ ഫാനിന്റെ കാറ്റുണ്ടും പിന്നെ വീഡിയോ നല്ല സ്പീഡാക്കിയതുകൊണ്ടാണ് കേട്ടോ തൊട്ടി അങ്ങനെ നല്ല പോലെ ആടിക്കൊണ്ടിരിക്കുന്നത്. അത്ര സ്പീഡിലൊന്നും തൊട്ടി ആടുന്നില്ല കേട്ടോ. അപ്പൊ ഞാനത് സ്പീഡ് കൂട്ടിയതാണ്. അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടലും എല്ലാം കഴിഞ്ഞ് അലക്കാനുള്ളതൊക്കെ എല്ലാം അങ്ങോട്ട് വലിച്ചുകൊണ്ടുപോയി അടുക്കളയിൽ ഇട്ടിക്കണം കേട്ടോ. അവിടെ നിന്ന് ഇനി വലിച്ചുകൊണ്ടുപോയി കല്ലിൻ്റെ അവിടെ ഇടണം, അത് വേറെ കാര്യം. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടു എന്നുള്ളൂ. പിന്നെ നിയമോളുടെ കുറേ കളി സാധനങ്ങൾ ഒന്നും മദ്രസൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ ഒരു ഇത്തിരി നേരമൊക്കെ കുറച്ചൊക്കെ കളിച്ചാണ്. അപ്പം അതിൻ്റെ ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ ഓളെ കൊള്ളാത്ത ഡ്രസ്സുകൾ, പഴയ ഡ്രസ്സുകളൊക്കെയാണ്. ഇത് ഓളെ പാവക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബാഗിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ ഫൈനലി ഞാൻ ഒരു വിധത്തിൽ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചിക്കണ ആകം. ഇനിതാ അടുക്കള അതിനേക്കാൾ എരപ്പായി കിടക്കാണ്. അടുക്കള പാത്രങ്ങൾ ഒറ്റൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. ഇനി പാത്രങ്ങൾ കഴുകലും ചോറ് വെക്കലും പണികൾ ഇഷ്ടം പോലെ നിരന്ന് കിടക്കാണ്.
നമ്മുടെ രാവിലത്തെ ഇളക്കച്ചോറിന് കുറച്ച് ബാക്കിയുണ്ട് കുക്കറിൽ. അതൊന്ന് വെള്ളം ഒന്ന് ഞാൻ മാറ്റിങ്ങാണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത് പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ഒരു ഉച്ചയാകുമ്പോൾ കഴിക്കും. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് ഇനി വേഗം ഒന്ന് ഉരച്ചെടുക്കട്ടെ. ഇതാ ഇത്രയും അലക്കാനുള്ളതാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ കൊണ്ടുവന്നിട്ടില്ലേ. ഇനി അവിടുന്ന് വല്ല വലിച്ചിട്ട് നമ്മുടെ കല്ലിൻ്റെ അവിടെ കൊണ്ടുപോയി ഇടണം. അപ്പം ആദ്യം ചോറിനുള്ള അരി ഇട്ടിട്ടേ പിന്നെ അലക്കാൻ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പം ആകുമ്പോൾ രണ്ടും നടക്കുമല്ലോ. അപ്പോൾ ഹാളിൽ മാത്രം അടിച്ചോരിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇവിടെ അടിച്ചോരിയിട്ടില്ല. അപ്പോൾ ബാക്കി ഇവിടെ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പം ഇനി ഇവിടെയും കൂടി ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിട്ട് നമുക്ക് അരി ഇടാം. നിയമോളാച്ചും പോണീൻ്റെ മുന്നേ ഇപ്പം എത്ര അടിച്ചു വാരി ഇട്ടാലും അങ്ങനെ ഒരു വൃത്തിയായി കിടക്കൂല കേട്ടോ. ഓൽക്ക് എന്തെങ്കിലും പേപ്പർ വെട്ടാനും എന്തെങ്കിലുമൊക്കെ വലിച്ചിടാനൊക്കെ ഉണ്ടാവും. ഇതിനുപോലെ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ആവാത്തതുകൊണ്ട് ഓല് പോയി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ അടിച്ചു വാരി ഇട്ടാൽ പിന്നെ അതേപോലെ ആ വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ നമ്മൾ അടിച്ചു വാരിയൊക്കെ ഇട്ട് ആ ചവിട്ടി തന്നെ അവിടെ ഇടുകയാണ് കേട്ടോ. തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ചവിട്ടി മാറ്റുള്ളൂ. അങ്ങനെ ഞാൻ വറകും പെരിയിൽ പോയിട്ട് കുറച്ച് ഓലക്കൊടിയും ചകിരിയും ഒക്കെ ഒന്ന് വലിച്ചു കൊണ്ട് നിൽക്കണേ. ആദ്യം നമുക്കൊന്ന് വെണ്ണൂറ് കോരിയെടുക്കാം, എന്നിട്ട് വേണം നമുക്ക് തീ പിടിപ്പിച്ചെടുക്കാൻ. തീയൊക്കെ പൊടിപ്പിച്ചെടുത്ത പാടന്നെ ചോറിനുള്ള അരിയും കൂടി ഇടുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഓല അവിടെ കിടന്നിട്ട് വെന്തോളും. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് നോക്കിയാൽ മതി, തീ കത്തണുണ്ടോ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതിയല്ലോ. ആ ഇടയിൽ കൂടെ നമ്മുടെ തിരുമ്പലും നടക്കും. അപ്പം ഞാൻ തിരുമ്പി അലക്കി എല്ലാതും തോരട്ട് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ അതൊക്കെ എടുത്ത് അവിടെ ഇവിടെയും മഴ കൊള്ളാത്ത ഇറയത്തൊക്കെ അയലമ്മിലൊക്കെ ഇട്ട് ഒക്കെ സെറ്റാക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറിനുള്ള കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ബീഫുണ്ട്. ബീഫ് തലേ ദിവസം വെച്ച് തന്നെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചൂടാക്കി മൊരിഞ്ഞ് ഫ്രൈ ആയി ഇങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിക്ക് ഇനി എന്തെങ്കിലും ഒരു കറിയും കൂടി ഉണ്ടായാൽ മതി. അപ്പം 2 ഇല്ലി മുരിങ്ങ ഒടിച്ചിക്കണേ. അപ്പം ഇനി മുരിങ്ങ താളിപ്പാണ് കേട്ടോ. നമ്മുടെ സെനിമോനുണ്ടല്ലോ നല്ലൊരു ഉറക്കമുറങ്ങീനി കേട്ടോ. നല്ല ഉറക്കമുറങ്ങി. ഞാൻ ചോറൊക്കെ വെച്ച് അലക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഓൻ എണീച്ചിട്ടുണ്ടായിന് കേട്ടോ. ഓനെ പറ്റി നല്ലത് പറയല്ലേ. അപ്പോൾ ഓന് ഭയങ്കര പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാന് രാവിലെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലോ ഈ പെട്ടിയൊക്കെ, ആ പെട്ടി പോയിട്ട് വലിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അതിന്റെ ചിരിയാണ് ആ ചിരിക്കണത്. ഓനെ ഞാൻ പാത്തിച്ചത് ഓന് പോയിട്ട് വലിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ ഷിബുണ്ട്, ആ ഷിബും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന് ഷിബ് കേടന്നിട്ട് ഞാനിങ്ങനെ ഒഴിവാക്കിയതായിരുന്നു കേട്ടോ. അലമാരിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചതായിരുന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് ഷിബ് കേടന്നു കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു. അന്ന് ഇത്രേ 170 രൂപയൊക്കെ ആയിട്ട് 3 എണ്ണം ഉണ്ടായിനിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അടിച്ചു വാരലും തുടക്കലും എല്ലാ പണിയും കഴിഞ്ഞു. ഫുഡ് അടിയും കൂടി കഴിഞ്ഞപ്പോഴാണ് നമുക്കിതാ അയലോക്കത്തുനിന്ന് പായസം എത്തിയിട്ടുണ്ടേ. അപ്പം അയലോക്കത്തെ ചേച്ചി കൊടുത്തയച്ചതാണ് പായസം. ഇത് നമ്മളെ പാത്രമാണ് കേട്ടോ. നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി അല്ലല്ലോ, നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടേനില്ലേ. അപ്പം നെയ്ച്ചോറ് കൊടുത്തയച്ച പാത്രത്തിൽ നമുക്കിതാ തിരിച്ചിങ്ങോട്ട് പായസം കൊടുത്തയച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പായസം. അപ്പം ചോറ് കഴിഞ്ഞ പാടനെ മധുരം കഴിക്കാലോ. എന്നൊന്നും നമുക്ക് അങ്ങനെയുള്ള ശീലമൊന്നുമില്ല കേട്ടോ. ചോറ് കഴിഞ്ഞ പാട് മധുരം കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക എന്നൊന്നുള്ളതില്ല. അപ്പം ഇന്ന് ചോറ് കഴിഞ്ഞ പാടനെ മധുരം കഴിക്കാൻ കിട്ടി. കാണാല്ല കാണാല്ല ജനുവിനെ കാണാല്ല. കുട്ടികൾ രാവണന് ചുറ്റും വട്ടം കൂടി. കുട്ടികൾ രാമനിന് ചുറ്റും വട്ടം കൂടി. ടീച്ചറും വന്നു. ഒരേ സമയം രാവണൻ 10 പേരുമായി ചിരിച്ചു കളിച്ചു.
ആഹാ എന്തപ്പോ ഇത് കഥപുസ്തകമൊക്കെ വായിച്ചു കുത്തിരിക്കണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? ഇത് നിയമൊക്കെ സ്കൂളിൽ നിന്ന് കൊടുത്തു വിട്ടതേനി. അപ്പോൾ ഇതിങ്ങനെ വായിച്ചിട്ട് അത് വായിച്ചു കൊടുക്കണത് കുട്ടിയെ ഏറ്റ് വായിക്കണതും ഒക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടേനി. അപ്പം അങ്ങനെ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തതാണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ വിശേഷങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടുമില്ല. പിന്നെ വൈകുന്നേരം ആയാൽ നമുക്ക് 4 മണിക്ക് ചായ കുടിക്കുക. പിന്നെ വൈകുന്നേരം ആയാൽ ഓല് രണ്ടാളെയും ഒന്ന് അപ്പുറം ഇപ്പുറം ഇരുത്തി ഒന്ന് വായിപ്പിക്കുക, പഠിപ്പിക്കുക. ഇത്രയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.